ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കിനിടെ ചില കാക്കിയിട്ട സംഘി മനസ്സുകാരും കോൺഗ്രസ് മനസ്സുകാരും കാട്ടിയ പട്ടി ഷോകളുടെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അവർ തൊഴിലാളികളോട് കാണിച്ച ചില ഹുങ്കുകളും അല്ലെങ്കിൽ അത്തരം ഹുങ്കുകൾ സ്വന്തം രാഷ്ട്രീയ മാനസികാവസ്ഥ വെച്ചിട്ട് തല്ലി ഒതുക്കാനൊക്കെ പരിശ്രമിച്ചു. പ്രത്യേകിച്ച് കാസർഗോഡ് കുമ്പളയിൽ നിന്നുള്ളൊരു ദൃശ്യം. വിരളിലെണ്ണാവുന്ന പ്രവർത്തകരുടെ പ്രതിഷേധത്തെ ലാത്തി കൊണ്ട് തല്ലി ഒതുക്കാനായിട്ട് പഴയ മാടമ്പി മനോഭാവത്തിലിറങ്ങിയ ചിലവന്മാരുണ്ട്. ദൃശ്യം ആദ്യം ഒന്ന് കാണാം. അത് കഴിഞ്ഞ് പേടിച്ചങ്ങ് വീട്ടിലിരിക്കുമെന്നാണ് ഏമാന്മാർ കരുതിയത്. കണ്ടല്ലോ, ഇങ്ങനെ മർദ്ദിക്കേണ്ട ഒരു സംഭവവികാസം എവിടെയില്ല. പക്ഷേ ചിലരുടെ മനസ്സിൽ ഇങ്ങനെയാണ്, സമരമായിട്ട് വന്ന തല്ലി അങ്ങ് ഒതുക്കിയരെ. പക്ഷേ ഈ ആവേശം മറ്റ് ചില സമരങ്ങളോട് കാണില്ല. കാര്യം ഉള്ളിലെ സർക്കാർ വിരുദ്ധതയും അല്ലെങ്കിൽ ഇടതുവിരുദ്ധതയും പേറുന്ന ചില കാക്കിയിട്ട ഏമാന്മാരാണ്. ആ ഏമാന്മാരുടെ ഈ ഷോ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ അഥവാ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അവർ നമ്മളടുത്ത് വന്ന് വർത്തമാനം പറയാൻ പാടില്ലല്ലോ. വർത്തമാനം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ കയ്യേറ്റം ചെയ്യും. ആ കയ്യേറ്റം ചെയ്തതിന് അതേ സ്ഥാനത്ത് മറുപടി കൊടുത്തിട്ടുണ്ട്. അതും എവിടെയാണോ, കാസർഗോഡ് കുമ്പളയ്ക്ക് സമീപമുള്ള പ്രദേശത്ത് എവിടെയാണോ സംഭവം നടന്നത് അവിടെ ഒരു പൊതുയോഗം വിളിച്ചു. പൊതുയോഗം വിളിച്ചതിന് ശേഷം ഇതേ ഏമാന്മാരെയെല്ലാം അവിടെ വരുത്തി. സ്വാഭാവികമായി വരേണ്ടി വരുമല്ലോ. പോലീസിനെതിരെയുള്ള പ്രതിഷേധ സംഗമം വന്നപ്പോൾ സഖാവ് സാബു ആ പ്രസംഗത്തിൽ കൊടുത്ത മറുപടിയുണ്ട്. നെഞ്ചി വിരിച്ചുകൊണ്ട് ഏമാന്മാർ നിന്നിട്ട് ചില പട്ടി ഷോകൾ കാണിച്ചാൽ അത് കണ്ട് മുട്ടുമടക്കുന്നവരോ ഭയപ്പെട്ട് വീട്ടിലിരിക്കുന്നവരല്ല ട്രേഡ് യൂണിയൻകാരും അല്ലെങ്കിൽ തൊഴിലാളികളുമെന്നും സാറുമാരെ ഒന്ന് ബോധ്യപ്പെടുത്തിയ പ്രതികരണമാണ്. അത് കേൾക്കേണ്ടതുമാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവര് കോൺഗ്രസിന്റെ ഭാഗമായി പുറമെ പ്രകടിപ്പിച്ച് നടക്കും. എന്നാൽ രാത്രി ഇട്ടാൽ ഈ കാക്കി മാറിയാൽ അതിന്റെ അടിയിൽ കിടക്കുന്ന ടൗസർ അവന്റെയൊക്കെ എന്ന് പറയുന്നത് കാവി ടൗസർ ഇട്ട പോലീസിന്റെ കാക്കി അണിഞ്ഞ് തെമ്മാടിത്തം കാണിക്കാൻ വന്നാൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ നമ്മുടെ ഈ പ്രദേശത്തെ തൊഴിലാളികൾ തയ്യാറാവണം. ആ തെമ്മാടിത്തമാണ് ഇവിടെ നടത്തിയത്. ആ തെമ്മാടിത്തം നടത്തിയതിനായിട്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഞാൻ ഏറെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം ഞങ്ങൾ ബന്ധപ്പെട്ട പോലീസ് അധികാരികളോട് പറയുന്നു. ഇന്നിപ്പോ പോലീസ് വന്നല്ലോ, ആ കുപ്പായെല്ലാം ഇട്ട് വന്ന് ഞങ്ങൾ പ്രകടനത്തിൽ, ഞാൻ ഇന്നലെ നമ്മുടെ സഹാക്കളോട് പറഞ്ഞല്ലോ, നമ്മുടെ ഡിവൈ അല്ലേ പറഞ്ഞു. അപ്പൊ ഇവർക്കൊക്കെ ആഗ്രഹം എന്താ വെച്ചാൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തണം എന്നാണ്. പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓന്റെ തറവാടാണ്. എന്നാൽ ആ തറവാട്ടിൽ നിന്ന് വിളിച്ച് ഈ സംഭവം കൂടെ നടന്ന ഈ സീതാങ്കോളി ടൗണിലേക്ക് 100 കണക്കിന് പോലീസുകാരെ വിളിച്ചു കൊണ്ടുവന്നില്ല. നമ്മള് ഒരു വണ്ടി വരുമെന്നാ ഞാൻ പറഞ്ഞ കേട്ടോ. 2 വണ്ടി ഇടിവണ്ടി വന്നു. ആ വന്ന പോലീസുകാർ അതിനകത്ത് നല്ലവരായ പോലീസുകാരാട്ടോ, മാന്യന്മാരാണ്, ഒരു സംശയമില്ല. അവരാരും നമ്മളെന്തില്ല, ഒരു വിരോധം അവരോടില്ല. നിങ്ങൾ ഇനി ഇവിടുന്ന് പോയാൽ ആ പോലീസുകാരോടും നമുക്കൊരു വിരോധമില്ല ഇവിടെ വന്നവരോട്. പക്ഷേ ആ പോലീസ് ഫോഴ്സിന്റെ നെഞ്ചങ്ങോട്ട് ഇങ്ങനെ ഇരുന്ന് പിടിച്ച് നെഞ്ചങ്ങ് വിരിച്ചു നിൽക്കുമ്പോ ഈ CIT-കാരും CPM-കാരും ഇവന്റെയൊക്കെ നെഞ്ചുവിരിവ് കണ്ടോട്ട് പിന്തിരിഞ്ഞ് വാലും മടക്കി ഓടും എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്കിപ്പോ മനസ്സിലായോ? എന്തുകൊണ്ടാ ഈ സീതാങ്കോളിൽ പ്രയോഗം നടത്താൻ തീരുമാനിച്ചെന്നറിയോ? ഇതേ ടൗണിലിട്ടാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് സന്തോഷം നിങ്ങൾ ഭീകരമായി മർദ്ദിച്ചത്. ഇതേ ടൗണിലിട്ടാണ് ഞങ്ങളുടെ പ്രിയങ്കരനായ ചുമട്ടുതൊഴിലാളിയുടെ നേതാവ് സഖാവ് ബിനീഷിനെ മർദ്ദിച്ചത്. ഈ സഖാക്കളെ മർദ്ദിച്ച അതേ ടൗണിൽ ഈ പ്രസ്ഥാനത്തിന്റെ കരുത്തിന്റെ മുമ്പിൽ പോലീസുകാരന് പറഞ്ഞതുപോലെ കേൾക്കേണ്ട സാഹചര്യം ഇതേ സീതാങ്കോളി ടൗണിൽ ഉണ്ടാക്കി ഇവിടുത്തെ ജനങ്ങളെ അത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ബാധ്യത കൂടി ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ ബാധ്യത അപ്പോ കാക്കിക്കുള്ളിലെ സംഘപരിവാർ കോൺഗ്രസ് അഥവാ സുഡാപ്പി മനസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ
അതങ്ങ് ട്രേഡ് യൂണിയന്റെ തോളിലൊക്കെ തീർത്തിട്ട് ഹീറോയിസ്റ്റിക് ആയി കളയാം, അല്ലെങ്കിൽ അവിടത്തെ കുറച്ച് വ്യക്തികളെ തല്ലി ഒതുക്കി കഴിഞ്ഞാൽ ഇതൊക്കെ അവസാനിക്കുമെന്ന് കരുതുകയാണെങ്കിൽ ആ ഏമാന്മാരുടെ തെറ്റിദ്ധാരണയാണ്. ഏമാന്മാർ ഇതേ ആൾക്കാരുടെ കൂടി നികുതി പണത്തിലാണ് ശമ്പളം മേടിക്കുന്നതെന്ന് മറന്നുകൊണ്ട. സമരങ്ങൾ ഈ നാടിൻ്റെ ഭാഗമാണ്, പ്രതിഷേധങ്ങൾ സർവ്വസാധാരണമാണ്. അതിനെ ഈ രീതിയിലൊക്കെ നേരിട്ട് ഭയപ്പെടുത്തി കളയാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇനിയുമുണ്ടല്ലോ കാലം മുന്നോട്ട് പോകാൻ. കോൺഗ്രസ് അടുത്ത അധികാരത്തിൽ വരാൻ പോകുന്നു. അതുകൊണ്ട് നമ്മളും അവരോടൊപ്പം തന്നെ ഷോയ്ക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നതിൻ്റെ സൂചനയാണ് അവിടെ കണ്ടത്.